ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പഴംപൊരിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒട്ടും എണ്ണ കുടിക്കാതെ നല്ല വീർത്തുരുണ്ട പെർഫെക്റ്റ് ആയിട്ടുള്ള പഴംപൊരിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിന് ആദ്യം തന്നെ നമുക്ക് ബാറ്റർ തയ്യാറാക്കി എടുക്കണം. 1 കപ്പ് മൈദപ്പൊടി എടുക്കുക, അതുപോലെ തന്നെ 1/4 കപ്പ് കടലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. മൈദപ്പൊടി വെച്ചിട്ട് മാത്രം ഉണ്ടാക്കുന്നതുകൊണ്ട്, പക്ഷേ കടലപ്പൊടിയും കൂടി വെച്ചിട്ട് ഉണ്ടാക്കുമ്പോഴാണ് ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ നമുക്ക് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1.5 ടീസ്പൂൺ മാത്രം മതി, ജസ്റ്റ് ഒരു ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. നിങ്ങളുടെ കയ്യിൽ കപ്പില്ലെങ്കിൽ ഗ്ലാസ് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. കറക്റ്റ് അളവിന് നമുക്ക് എടുക്കുമ്പോൾ എല്ലാം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കടലപ്പൊടി എടുക്കുന്നത് ഏത് കപ്പിനാണോ നമ്മൾ എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് ഗ്ലാസ്സിനാണോ എടുത്തിട്ടുള്ളത് വെച്ചെങ്കിൽ അതിൻ്റെ ഒരു 1/4 ഭാഗം മാത്രം എടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിക്ക കടകളിലും നമ്മൾ പഴംപൊരിയോ അല്ലെങ്കിൽ പക്കവടയൊക്കെ വാങ്ങുമ്പോൾ ബേക്കിംഗ് സോഡ ചേർത്തിട്ട് തന്നെയാണ് അവർ ഉണ്ടാക്കാറ്. ചില കടകളിൽ മാത്രം കേട്ടോ രാവിലെയൊക്കെ മാവ് തയ്യാറാക്കി റെസ്റ്റ് ചെയ്തിട്ടൊക്കെ തയ്യാറാക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. മധുരമുള്ളത് കാരണം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബേക്കിംഗ് സോഡ ഒട്ടും കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കല്ലേ. ബേക്കിംഗ് സോഡ അധികമായിട്ടുണ്ടെങ്കിൽ എണ്ണ നല്ല പോലെ കുടിക്കും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പഴം നല്ല മധുരമുള്ളത് കാരണം തന്നെ കുറച്ച് പഞ്ചസാര കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, 3 ടീസ്പൂൺ. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ആദ്യം സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് വെള്ളം ചേർത്തിട്ടൊന്ന് ബാറ്റർ റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. സ്പൂൺ വെച്ചിട്ട് ആ ബേക്കിംഗ് സോഡയും ഉപ്പൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. കൂടുതൽ വെള്ളം ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കരുത്, കുറച്ച് ഒഴിച്ചിട്ട് നമുക്കിത് മിക്സാക്കി എടുക്കാം. ആദ്യം ഞാനൊരു 1/2 കപ്പിൻ്റെ അടുത്താണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. നല്ല ലൂസായിട്ടുണ്ടെങ്കിൽ നമുക്ക് പഴംപൊരി പെർഫെക്റ്റായിട്ട് കിട്ടൂല. അപ്പോൾ അത്യാവശ്യം തിക്കിലാണ് കേട്ടോ ഞാൻ ഈ ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ വിസ്ക് വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സായി കിട്ടും. വെള്ളത്തിൻ്റെ അളവൊക്കെ നമ്മളെടുക്കുന്ന പൊടിക്കനുസരിച്ചായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ പഴം ഇതിൽ മുക്കിയെടുത്തിട്ട് എണ്ണയിലിടുന്ന സമയത്ത് പഴത്തിൻ്റെ അതുമെന്ന് ഒലിച്ച് പോകരുത് കേട്ടോ. ആ രീതിക്ക് വേണം നമുക്ക് ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കിയെടുക്കാനും. അപ്പോൾ അത്യാവശ്യം തിക്കിലായിട്ട് നമ്മൾ തയ്യാറാക്കുമ്പോഴേ ഉള്ളൂ ആ പഴത്തുമ്പോൾ നല്ലപോലെ ഒന്ന് പിടിക്കുള്ളൂ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ മിക്സാക്കി എടുക്കുക. ബേക്കിംഗ് സോഡയൊക്കെ ചേർക്കാതെ നമ്മൾ തയ്യാറാക്കുന്ന പഴംപൊരിയാണെങ്കിൽ ആ ഒരു ബാറ്ററിൽ ദോശമാവ് അല്ലെങ്കിൽ ഇഡ്ഡലിയുടെ മാവൊക്കെ ചേർക്കും കേട്ടോ. അപ്പോൾ ആ ഒരു പഴംപൊരിക്ക് ചെറിയൊരു പുളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്ര തന്നെ പെർഫെക്റ്റായിട്ട് അത് കിട്ടൂല, നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ നല്ല കിടിലൻ രുചിയിൽ തന്നെ നമുക്ക് പഴംപൊരി തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇഡ്ഡലി മാവിൻ്റെയും ദോശമാവിൻ്റെയും ഇടയിലുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ രീതിയിൽ വേണം നമുക്ക് കിട്ടാൻ. ഇനി നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ. കൂടുതൽ നേരം റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇതിലേക്കുള്ള ഒരു പഴം ഉണ്ടല്ലോ അത് മുറിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ബാറ്റർ തയ്യാറാക്കി എടുക്കുക ആദ്യം, എന്നിട്ട് പഴം മുറിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നല്ലപോലെ ഒന്നും കൂടി ഒന്ന് മാവ് സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ കുറച്ച് പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊന്നും എടുക്കുന്നില്ല, ഒരു 3 എണ്ണം മാത്രമേ എടുക്കുന്നുള്ളൂ. അത്യാവശ്യം നല്ല പഴുത്ത പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പഴംപൊരി തയ്യാറാക്കുമ്പോൾ എപ്പോഴും നമ്മൾ എടുക്കേണ്ടത് നല്ല പഴുത്ത പഴമാണ്. എന്നാൽ നല്ലപോലെ പഴുത്തത് വേണ്ട, അപ്പോൾ കുഴഞ്ഞു പോകും. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പഴുത്തത് എടുക്കുക. പഴുപ്പ് കുറഞ്ഞിട്ടുള്ള പഴമൊക്കെ ആണെങ്കിൽ ഒരു കാറച്ചവ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ പഴംപൊരിക്ക് ടേസ്റ്റും ഉണ്ടാവില്ല. നല്ല പഴുത്ത പഴം എടുക്കുകയാണെങ്കിൽ പഴംപൊരിക്ക് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. കഴിക്കുന്ന നേരത്ത് നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു 3 പീസാണ് ആക്കുന്നത്. നമുക്ക് ഒരു 4 പീസാക്കിയിട്ടൊക്കെ മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 3 പീസാണ് ആക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇത് സെൻറ്ററിൽ കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ തയ്യാറാക്കുന്നത് കടയിൽ നിന്ന് കിട്ടുന്ന അതേ രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വലുപ്പത്തിൽ മുറിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ പഴമൊക്കെ ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഴംപൊരി തയ്യാറാക്കി എടുക്കാം. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ബാറ്റർ നല്ലപോലെ സ്മൂത്തായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ഒരു ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ ഒരിക്കലും ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കരുത്. ലോ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് പഴംപൊരി തയ്യാറാക്കുകയാണെങ്കിൽ എണ്ണ കുടിക്കും.
ഇപ്പോൾ ഞാൻ 2 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ പാത്രമാണെങ്കിൽ നിങ്ങൾക്ക് 3 4 എണ്ണമൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ആയി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ കടലപ്പൊടി ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് കളർ മാറി കിട്ടും കേട്ടോ. അപ്പോൾ അതാ ഏകദേശം ഒരു സൈഡൊക്കെ ഇവിടെ ആയി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. കൂടുതലായിട്ട് കളർ മാറിയിട്ടുണ്ടെങ്കിൽ പഴംപൊരിക്ക് ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ എണ്ണയിലിട്ടിട്ട് സെക്കൻഡുകളായപ്പോൾ തന്നെ ഇത് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. മറിച്ചിട്ടിട്ട് ആ ഒരു വശം ഇതേപോലെ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. പഴംപൊരിയൊക്കെ മിക്ക ആളുകൾക്കും ഉണ്ടാക്കാൻ അറിയാം. എന്നാലും ഒരുപാട് പേർക്ക് അറിയാത്തവരുണ്ടാകും. പിന്നെ അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനൊക്കെ ഉപകാരപ്പെട്ടൊരു വീഡിയോ ആണ് കേട്ടോ. സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് അത്യാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് ഓയിലിൽ നിന്ന് മാറ്റാം. കൂടുതലായിട്ട് കളർ മാറിയിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അത് മുഴുവനായിട്ട് ഞാനിവിടെ പഴംപൊരിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിക്കണം. അതുപോലെ തന്നെ പുറം വശമൊക്കെ നല്ല ക്രിസ്പിയാണ്. നല്ല കളറാണ് കേട്ടോ. ഇതിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ ഫുഡ് കളറോ ഒന്നും ചേർത്തിട്ടില്ല. കടലപ്പൊടി ചേർത്തുകൊണ്ട് തന്നെ നല്ല കളറാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും എണ്ണ കുടിക്കാത്ത പഴംപൊരിയാണ്. ചില പഴംപൊരി കയ്യിലെടുക്കുമ്പോൾ പെട്ടെന്ന് കയ്യിലൊക്കെ എണ്ണയാവും. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക.